ദ ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതുമായി പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും, അത് ലീഗലായിട്ടുള്ള ആളുകളുമായിട്ട് ആലോചിച്ച് വിധി വന്ന ശേഷം പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യം ഉണ്ടായ സംശയം, ഒരു വിധി വായിച്ചു നോക്കാതെ അതൊരു ഫോൾസ് പ്രോസിക്യൂഷന് സാധ്യതയുള്ള ഒരു കേസാണോ എന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവ്, ആ കണ്ടന്റ് അത് അറിയാതെ, എന്താണ് ആ വിചാരണ കോടതിയുടെ കണ്ടന്റ്. ഇപ്പൊ എനിക്കും ദിലീപിനും ഈ കാര്യത്തിൽ ഒരേ അറിവ് മാത്രമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹം കൂട്ടിൽ കയറി നിന്നു, അദ്ദേഹം കുറ്റവാളിയല്ല, സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അദ്ദേഹം പുറത്തിറങ്ങി വന്നു. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ഫോൾസ് പ്രോസിക്യൂഷൻ കേസ്, മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസ് സാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തക്ക രീതിയിലുള്ള എന്ത് കണ്ടന്റാണ് ഈ വിധിന്യായത്തിലുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കും ഈ ലോകത്തുള്ള മറ്റുള്ള ആളുകൾക്കും ഇല്ലാത്ത എന്തെങ്കിലും ആക്സസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്കോ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുണ്ടോ? അതിനകത്ത് ഇങ്ങനെ ചില അദ്ദേഹത്തിന് ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ? അതായത് അദ്ദേഹത്തെ ചാർജ് ചെയ്ത സമയത്തോ അറസ്റ്റ് ചെയ്ത സമയത്തോ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആ ഗൂഢാലോചന പ്രകാരം ഇത്തരത്തിലുള്ള സംഗതിയിലേക്ക് തെളിവിന്റെ കണിക പോലും ഇല്ലാതെയാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടായത്. അങ്ങനെയൊന്നുമുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഉള്ളത് ആരോപണമാണ്. ഈ ആരോപണം നേരത്തെയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരത് തുടർച്ചയായി പറയുന്നുണ്ട്. ശ്രീമതി മഞ്ജു വാര്യരുടെ പേര് ഇപ്പോഴാണ് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ സൈബർ ഇടത്തിലൊക്കെ ഈ ആരാധകർ ഇത് പറയുന്നത് നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ സാധ്യതകളിലേക്ക് പരിശോധിക്കണമെങ്കിൽ എന്തർത്ഥത്തിലാണ് ഈ കുറ്റവാളികളെ വെറുതെ വിട്ടത് എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അത് ഒരു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി എന്താണ് വരേണ്ടത്? ഇതിന്റെ പുറത്ത് അതിജീവിതയ്ക്ക് ഒരു അപ്പീലുണ്ട്. അത് പണ്ടൊക്കെ പ്രോസിക്യൂഷന് മാത്രമായിരുന്നു അപ്പീൽ പോസിബിലിറ്റി, ഇപ്പൊ അതിജീവിതയ്ക്കും അപ്പീൽ പോസിബിലിറ്റി ഉണ്ട്. അതിജീവിതയുടെ അപ്പീൽ ഹൈക്കോടതി കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അപ്പീൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പൊ ആ പ്രോസസ് കൂടി കഴിഞ്ഞിട്ട് അന്തിമമായി സുപ്രീം കോടതിയിൽ പോയാൽ SLP കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതിന് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആ തീരുമാനത്തിന് ശേഷമല്ലേ ഒരു വിചാരണ കോടതിക്കോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ ഈ ഫോൾസ് പ്രോസിക്യൂഷൻ അഥവാ മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഈ എന്താ പറയുന്നത്, ഇനി